ലോക പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് ചെറുപുഴ JUP സ്കൂളിൽ കുറ്റിക്കുരുമുളക് തൈകളും പൂച്ചെടികളും നട്ടു. ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പടിഞ്ഞാത്ത് ഗോൾഡൻ ഡയമണ്ട്സ്, ചെറുപുഴ, ആലക്കോട്, പാടിയൊട്ടിച്ചാൽ. ലോക പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് ചെറുപുഴ ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ CDSന്റെ നേതൃത്വത്തിൽ ചെറുപുഴ JUP സ്കൂളിൽ കുറ്റിക്കുരുമുളക് തൈകളും പൂച്ചെടികളും നട്ടു. ഞാറ്റുവേല പ്രകൃതി കൃഷി അടുക്കളത്തോട്ടങ്ങളിൽ കറുത്തപൊന്ന് എന്ന പദ്ധതിയുടെ പഞ്ചായത്ത് തല ഉദ്ഘാടനമാണ് JUP സ്കൂളിൽ നടന്നത്. ചെറുപുഴ പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ M. ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ആണ് ഐക്യരാഷ്ട്ര സംഘടന ജൂൺ 5 ലോക പരിസ്ഥിതി ദിനമായി പ്രഖ്യാപിച്ചു. എല്ലാ വർഷവും ആചരിക്കുന്നതിൽ കൂടി അത് പൂർണ്ണമായി ഉൾക്കൊള്ളാൻ ലോകരാജ്യങ്ങൾക്ക് സാധിച്ചില്ല ഒരു തെളിവാണ് കാലാവസ്ഥ വ്യതിയാനം അടക്കിക്കാരുണ്ട്. കാലം തെറ്റ മഴ, ഉഷ്ണം ഒക്കെ ഭൂമിയെ ജീവജാലങ്ങളുടെ നിലനിൽക്കുന്നതിനെ ഭീഷണിപ്പെടുത്തുന്ന ഒരു കാലഘട്ടത്തിലാണ് നിലനിൽക്കുന്ന ആവശ്യമായ ഘടകങ്ങൾ പ്രകൃതി തന്നെ വികസിപ്പിക്കുന്നു. ഭൂമി നിലനിൽക്കുന്നതിന് ഓസോൺ പാളി ആവശ്യമാണ്. അതോടൊപ്പം ഇന്ത്യയിൽ തന്നെ ധാരാളം ആളുകൾ മരണപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ മണ്ണ് കുത്തിയൊടുങ്ങി ദുരന്തങ്ങളുണ്ടായിട്ടുണ്ട്. ആ ദുരന്തങ്ങളുണ്ടായിട്ട് പോലും നമ്മളത് പാഠം ഉൾക്കൊള്ളുന്നില്ല എന്നുള്ളതാണ് വസ്തുത. ഇതിൻ്റെ ഭാഗമായി ഇത്തവണ നമ്മുടെ ഇന്ത്യ ഗവൺമെൻറ് ലോകരാജ്യങ്ങൾ തന്നെ പ്ലാസ്റ്റിക്കിനെതിരായിട്ടുള്ള ഒരു സമരമാണ് പ്രഖ്യാപിച്ചത്. പരമാവധി പ്ലാസ്റ്റിക് ഉപയോഗം കുറയ്ക്കുക എന്നുള്ളതാണ് ഈ വർഷത്തെ നമ്മുടെ സന്ദേശം. ആ പ്ലാസ്റ്റിക് ഒഴിവാക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് വിദ്യാർത്ഥി പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. നമ്മൾ ഉപയോഗിക്കുന്ന വലിച്ചെറിഞ്ഞ പ്ലാസ്റ്റിക് തോട് വഴി, പുഴയിലേക്ക് പോയി, പുഴ വഴി കടലിലേക്ക് പോയി നമ്മുടെ ആവാസ വ്യവസ്ഥ തന്നെ, കടൽ ജീവികളുടെ ആവാസ അവസ്ഥയ്ക്ക് തന്നെ ദോഷം വന്നുകൊണ്ടിരിക്കുകയാണ്. CDS ചെയർപേഴ്സൺ KV സുനിതകുമാരി അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് തല ഉദ്ഘാടന പരിപാടി നമ്മൾ JUP സ്കൂളിൽ നടത്താമെന്ന് തീരുമാനിച്ച പ്രകാരം നമ്മൾ കുറ്റിക്കുരുമുളക് തൈ സ്കൂളിൽ നൽകുകയും അതിൻ്റെ ഉദ്ഘാടനം കർമ്മം നിർവഹിച്ചിരിക്കുകയാണ്. വൈസ് ചെയർമാൻ TK ഷീജ, P. ലീന, PR ശോഭന, CDS അംഗങ്ങൾ, JUP സ്കൂളിലെ അധ്യാപകർ, വിദ്യാർത്ഥികൾ എന്നിവർ പങ്കെടുത്തു. CDSന്റെ നേതൃത്വത്തിൽ സ്കൂൾ പൂന്തോട്ടത്തിലേക്ക് പൂച്ചെടികളും നൽകി. എല്ലാവർക്കും ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രാധാന്യം അറിയാവുന്നതാണ്. നമ്മൾ എല്ലാ വർഷവും നമുക്ക് CDS പ്രവർത്തകർ നമ്മുടെ സ്കൂള് ഹരിതാപമാക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെയുള്ള പൂച്ചെടികൾ നൽകാറുണ്ട്. അപ്പോൾ പതിവ് പോലെ ഈ വർഷവും നമുക്ക് നമ്മുടെ സ്കൂളിനെ ഹരിതാപമാക്കാൻ വേണ്ടിയിട്ട് അവർ ഇത്തരം പ്രവർത്തനങ്ങൾ ഇവിടെ നടത്തുകയാണ്. എല്ലാ പ്രിൻസിപ്പൽമാർക്കും ടീച്ചർമാർക്കും CDS മെമ്പർമാർക്കും ഉദ്ഘാടനം ചെയ്ത ബാലകൃഷ്ണൻ. നിങ്ങൾ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുമ്പോൾ വഞ്ചിതരാകാതിരിക്കാൻ ജാഗ്രത പാലിക്കുക. 2023 ഏപ്രിൽ 1 മുതൽ സ്വർണ്ണ പരിശുദ്ധി ഉറപ്പുവരുത്തുന്നതിന് കേന്ദ്ര ഗവൺമെന്റ് ആഭരണങ്ങളിൽ HUID നിർബന്ധമാക്കിയിരിക്കുന്നു. 100% ആഭരണങ്ങളും HUID മുദ്ര ചെയ്ത മലയോര മേഖലയിലെ ഒരേയൊരു ജ്വല്ലറി പടിഞ്ഞാത്ത് ഗോൾഡൻ ഡയമണ്ട്സ്, ചെറുപുഴ, ആലക്കോട്, പാടിയൊട്ടിച്ചാൽ. ഹോൾസെയിൽ ഡിവിഷൻ, തൃശൂർ.